ഞാനിന്ന് കിച്ചണിൽ വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. നമ്മൾ റയാൻ ബേബി കിടന്ന് ഉറങ്ങണത് കണ്ടില്ലേ. കാണുമ്പോൾ നമുക്ക് കെട്ടിപ്പിടിച്ച് രുമ്പം കൊടുക്കാനൊക്കെ തോന്നും. അപ്പോൾ ആൾ എന്നും ഇങ്ങനെയല്ല കേട്ടോ ഉറങ്ങൽ, ഈ ഒരു സ്റ്റൈലിലല്ല. ഇങ്ങനെ ഉറങ്ങണ കുട്ടികളുണ്ടാവും, ചില കുട്ടികൾ ഇങ്ങനെ കിടന്നിട്ടൊക്കെ ഉറങ്ങുന്നുണ്ടാവും. പക്ഷേ റയാൻ ഇങ്ങനെയല്ല ഉറങ്ങൽ കേട്ടോ. അപ്പോൾ ആൾക്ക് സുഖമില്ല, എന്തോ ഒരു സംതിങ് ഉണ്ട് എന്ന് നമുക്ക് ആ കിടത്തം കാണുമ്പം തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. എപ്പോഴും ഇങ്ങനെ രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ തന്നെ ക്ഷീണിച്ച് കിടക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുട്ടികൾ ഇങ്ങനെ കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വയറിന് എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടാവും എന്നുള്ളതാണ്. വിരശല്യം ഉണ്ടാവും, അതുപോലെ തന്നെ എന്തെങ്കിലും ദഹിക്കാതെ, അങ്ങനെ കുട്ടികൾക്ക് പറയാൻ അറിയില്ല വയറുവേദനയാണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് കുട്ടികൾ ഇങ്ങനെ കിടക്കുക കേട്ടോ. അപ്പോൾ ആൾക്ക് ഇന്ന് ഫുള്ള് ക്ഷീണം തന്നെയാണ്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള വേറൊരു കാരണം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും ഒരു രണ്ട് കാല് പുറത്ത് വെച്ചിട്ട് പുറത്തിങ്ങനെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ രാത്രി വരെ ഞാൻ പറഞ്ഞല്ലോ ഇവന് ക്ഷീണം തന്നെയായിരുന്നു. പിന്നെ ഇവൻ്റെ ഉമ്മയാണെന്നുണ്ടെങ്കിലും സ്കൂളിൽ നിന്ന് വന്ന് ക്ഷീണിച്ചിട്ട് കിടന്ന് ഉറങ്ങിപ്പോയിരുന്നു. തലേന്ന് കുട്ടി തന്നെ വയറുവേദന എടുത്തിട്ട് ഉറങ്ങിയിട്ടില്ലേനു. അപ്പോൾ നമുക്കറിയാലോ ആ ഒരു ഉറക്കത്തിൻ്റെ ക്ഷീണം കൊണ്ട് നമ്മളൊന്നും അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവർ ഉറങ്ങിപ്പോയി. അപ്പോൾ എൻ്റെ അമ്മച്ചി എന്ത് ചെയ്തു, ഇവരെ സൗണ്ടൊന്നും കേൾക്കാത്തത് കണ്ടപ്പം ജസ്റ്റ് ആ റൂമിലൊന്ന് പോയി നോക്കിയതാണ്. ആരെയും സൗണ്ടൊന്നും കേൾക്കണില്ല. അപ്പോൾ പോയി നോക്കിയപ്പം കണ്ടൊരു കാഴ്ചയാണ് ഇത്. ആദ്യം ഈ ഒരു കാല് കണ്ടപ്പം അമ്മ പേടിച്ചു എന്ന് പറഞ്ഞു, അല്ല പാമ്പോ എന്തെങ്കിലും ആണ് എന്ന് വിചാരിച്ചു. പിന്നെ ലൈറ്റ് ഇട്ട് നോക്കിയപ്പോഴാണ് കുട്ടീൻ്റെ കാലാണ് എന്നുള്ളതും മനസ്സിലായത്. അപ്പോൾ നോക്കി ഇതൊരു കുട്ടി ആ ഒരു കർട്ടൻ്റെ ഉള്ളിലാണ് ഉള്ളത്. അപ്പോൾ ഇത് കിടക്കുന്ന ഒരു രംഗം എങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ, കണ്ടോ, നമ്മൾ ആ ഒരു കർട്ടൻ പൊക്കിയപ്പോൾ കണ്ടത്, കുട്ടി കണ്ടോ കാലിങ്ങനെ വെച്ചിട്ട് കമന്ന് കിടക്കുകയാണ് ചെയ്യണത്, ഉറങ്ങുകയാണ്. ഇതാരും പറഞ്ഞാൽ വിശ്വസിക്കൂല. നമ്മൾ ആ കുട്ടി സ്വന്തമായിട്ട് ഇങ്ങനെ ഉറക്കത്തിൽ പോയിട്ട് കിടക്കേ എന്നുള്ളത് നമുക്കൊരു വിശ്വാസം വരില്ല. പക്ഷേ ഇത് റിയലായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളെ കാണിക്കണം എന്ന് തോന്നിയത്, നമുക്ക് എല്ലാവർക്കും പറ്റും ഇങ്ങനെ ഒരു മിസ്റ്റേക്ക്. ഉറക്കം എന്നുള്ളത് എല്ലാവർക്കും സംഭവിക്കുന്നതാണ് അത്. പക്ഷെ ആ ഒരു ഉറക്കത്തിൽ നമ്മൾ കുട്ടികളെ അടുത്തുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ സുഖമില്ലാത്തൊക്കെ ഒരു സമയത്ത് നമ്മളൊരു ശ്രദ്ധ കുറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പറ്റുന്ന ഓരോ അബദ്ധങ്ങളാണ് ഇത്. അതിനെക്കാട്ടിലൊരു അബദ്ധം എന്താണെന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ജനൽ രണ്ടും തുറന്നിട്ടാണ് ഉള്ളത്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ വല്ല പൂച്ചയോ പാമ്പോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് നമ്മൾ അവിടേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറുക്കനും പന്നിയും എല്ലാ സാധനങ്ങളും ഉള്ളതാണ് നമ്മളെ ഈ ഒരു സറൗണ്ടിലായിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ വന്ന് ഈ കുട്ടീനെ ഒന്ന് മാന്തിയിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ വലിച്ചിട്ടുണ്ടെങ്കിലുള്ള ഒരു അവസ്ഥ എന്താണെന്നുള്ളത് ആലോചിച്ച് നോക്കുക. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനുള്ള കാരണം ഇത് തന്നെയാണ്. എപ്പോഴും കുട്ടികളുള്ള ആളുകൾ ഒരു ശ്രദ്ധ കൊടുക്കണം. കാരണം നമ്മളൊരു ശ്രദ്ധക്കുറവ് കൊണ്ട് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ, കുട്ടികൾക്ക് ഓരോ അപകടങ്ങൾ പറ്റുന്നത്. പാല് കൊടുക്കുമ്പോഴും ഒക്കെ നമ്മൾ ഉറക്കത്തിൽ ഓരോ അപകടങ്ങൾ കുട്ടികൾക്ക് സംഭവിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെ ശ്രദ്ധിക്കുക എല്ലാവരും. നമ്മളൊരു ശ്രദ്ധക്കുറവ് കൊണ്ട് കുട്ടികൾക്കൊരു അപകടം വരാതിരിക്കട്ടെ. അപ്പം എൻ്റെ ഈ ഒരു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആ ഒരു ബെല്ലൈക്കണും കൂടെ അമർത്തുക. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളെ കമൻറ്റും കാര്യങ്ങളൊന്നും അറിയിക്കാൻ മറക്കാതിരിക്കുക. ഓക്കെ.